വയൽക്കിളി സമരത്തെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യം മനസ്സിലാകാത്ത സിപിഎമ്മുകാർ കീഴാറ്റൂരിലുണ്ട്. സമരത്തിൽ സിപിഎമ്മുകാർ ഉണ്ടെന്ന് കരുതി വികസനം കെട്ടിനിർത്താനാവില്ല. കീഴാറ്റൂരിലൂടെ മാത്രമേ റോഡ് നിർമ്മിക്കാനാവുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അനാവശ്യ എതിർപ്പുകൾക്ക് വഴങ്ങിക്കൊടുക്കില്ലെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. വി അരുൺ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അരുൺ, കീഴാറ്റൂർ വിഷയത്തിൽ നേരത്തെ രൂക്ഷമായ വിമർശനം ജി സുധാകരൻ നടത്തിയിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തുന്ന പരാമർശങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അവതരണാനുബന്ധിച്ച് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വാക്കൌട്ട് പ്രസംഗം നടത്തുകയാണ്. കീഴാറ്റൂരിൽ റോഡ് അതുവഴി മാത്രമേ കടന്നുപോകാൻ കഴിയൂ എന്നാണ് സർക്കാർ നിലപാട്. അത് വ്യക്തമായി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. കീഴാറ്റൂരിലൂടെ മാത്രമേ അവിടെ റോഡ് വരാൻ കഴിയൂ. ഈ റോഡ് അവിടെ ആവശ്യവുമാണ്. മറ്റൊരു സ്ഥലം ചൂണ്ടിക്കാട്ടാൻ സമരക്കാർക്ക് ആകുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വികസനം ആവശ്യമാണെന്നും അതിന് പ്രതിപക്ഷം എതിരില്ലെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മറുപടി നൽകി. പോലീസിനെ ഉപയോഗിച്ച് സമരം അടിച്ചമർത്തുന്ന പോലീസും ലാത്തിയും ഉപയോഗിച്ച് സമരം അടിച്ചമർത്തുന്ന സർക്കാരിന്റെ നിലപാടാണ് പ്രശ്നങ്ങൾക്ക് കാരണം. വ്യത്യസ്ത അഭിപ്രായങ്ങളെ ചവിട്ടിമെതിക്കല്ല ചെയ്യേണ്ടത്. അതിന് എന്ത് വില കൊടുത്തും പ്രതിപക്ഷം എതിർക്കുമെന്നും പക്ഷേ പ്രതിപക്ഷം വികസനത്തിന് എതിരില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് സംസ്ഥാനത്ത് ദേശീയപാത വികസനം വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. സംസ്ഥാനത്തിന്റെ സ്വാഭാവിക വികസനത്തെ തടസ്സം നിൽക്കുന്നവരാണ് ഇവർ. അനാവശ്യ എതിർപ്പുകൾക്ക് മുന്നിൽ വഴങ്ങിക്കൊടുത്ത് വികസനം തടസ്സപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. കീഴാറ്റൂരിൽ സമരത്തിൽ സിപിഎമ്മുകാരുണ്ട്. സമരത്തിന്റെ യഥാർത്ഥ കാരണം മനസ്സിലാകാത്ത, അവിടെ എന്താണ് നടക്കുന്നത് മനസ്സിലാകാത്ത സിപിഎമ്മുകാരുണ്ട്. സിപിഎം മുഖ്യമന്ത്രിയും മന്ത്രിയും നാട് ഭരിക്കുമ്പോൾ സിപിഎമ്മുകാർ സമരത്തിന് വന്നാൽ എല്ലാം അവിടെ വികസനം, അവിടെ എതിർപ്പുകൾ വരുമ്പോൾ വികസനം അവിടെ കെട്ടിനിർത്തണമെന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കുന്നത്. എന്ത് വികസനം വന്നാലും തടസ്സപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് എതിർപ്പുണ്ടായാലും കീഴാറ്റൂരിൽ റോഡ് നിർമ്മിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വളരെ വ്യക്തമായ നിലപാട്. അതുതന്നെയാണ് അദ്ദേഹം ഇവിടെ പ്രഖ്യാപിക്കുന്നതും. നേരത്തെ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ വ്യക്തമാക്കിയതായി BJP-ക്കാർ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിന് UDF കൂട്ടുനിൽക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ സമരമാണ് അവിടെ നടക്കുന്നത്. വയൽക്കിളികളില്ല, വയൽ കഴുകന്മാരാണ് സമരത്തിന് നേതൃത്വം നൽകുന്നതെന്നും സുധാകരൻ വ്യക്തമാക്കുന്നു. ദേശീയപാത അതോറിറ്റി ഇന്നലെ തനിക്കയച്ച കത്തിൽ പോലും അവിടെ അലൈൻമെന്റിൽ മാറ്റം വരില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ കേന്ദ്ര സ്ഥാപനമാണ് ദേശീയപാത അതോറിറ്റി. അതിനെതിരെ ഇവിടെ BJP-യുടെ MP അടക്കമുള്ളവർ രംഗത്ത് വരുന്നു. അവർ തന്നെ ഒരു തീരുമാനമെടുക്കുന്നു. പിന്നീട് അവർ തന്നെ ഇത് എതിർത്ത് രംഗത്ത് വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കലാപുണ്ടാക്കാനുള്ള നീക്കത്തിന് പിന്നിൽ പ്രതിപക്ഷം കൂട്ടുനിൽക്കുന്ന ജി സുധാകരൻ ആവശ്യപ്പെടുന്നു. ഇത്തരം എതിർപ്പുകൾ വരുമ്പോൾ അതിനെ ഒറ്റക്കെട്ടായി നേരിടുകയാണ് സംസ്ഥാനം ചെയ്യേണ്ടതെന്ന സന്ദേശമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിപക്ഷത്തോട് അദ്ദേഹം ആവശ്യപ്പെടുന്നു. അതുതന്നെയാണ് ഇത്തരം എതിർപ്പുകൾ വരുമ്പോൾ പ്രതിപക്ഷ ഭേദമില്ലാതെ ഒറ്റക്കെട്ടായി കേരളം മുന്നിട്ട് നിൽക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഏതായാലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗം പുരോഗമിക്കുകയാണ്. വികസനത്തിന് തങ്ങൾ എതിരല്ല, പക്ഷേ സമരങ്ങളെ ലാത്തിയും പോലീസിനെയും കൊണ്ട് അടിച്ചമർത്താനുള്ള നീക്കങ്ങളെ ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. മാത്രമല്ല, നന്ദിഗ്രാമിലും സിന്ധൂരിലും ഇത്തരം സമരങ്ങളെ അടിച്ചമർത്തിയ രീതി അവിടെ പോയി നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ് തങ്ങൾ. അത്തരം നീക്കങ്ങൾ കേരളത്തിൽ അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കൌട്ട് പ്രസംഗം പുരോഗമിക്കുകയാണ്. രഞ്ജിത്ത്, വി അരുണാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ